നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. എന്നാൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഇവയ്ക്ക് പേര് വന്നത്? പ്രത്യേകിച്ച് യൂട്യൂബ്. നമുക്കറിയാം നിങ്ങൾ, ട്യൂബ്. എന്താണ് ഈ ട്യൂബ്? നമുക്കറിയാവുന്ന ട്യൂബ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കുഴൽ അല്ലേ? എന്നാൽ ട്യൂബിന് അതല്ലാത്ത അർത്ഥങ്ങളുമുണ്ട് ഇംഗ്ലീഷിൽ. അത് സ്ലാങ് ആണ്. ഇംഗ്ലണ്ടിൽ ട്യൂബ് എന്നാൽ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് റെയിൽവേ ഇല്ലേ, ലണ്ടൻ മെട്രോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് ട്യൂബ് എന്നാണ് പറയാറ്. വി കെയിം ബൈ ട്യൂബ്. മെട്രോയിൽ വന്നു എന്നുള്ളതിന് വി കെയിം ബൈ ട്യൂബ് എന്നാണ് പറയുക. എന്നാൽ അമേരിക്കയിൽ ട്യൂബ് എന്നുള്ളതിന് ടെലിവിഷൻ എന്നുള്ളൊരു അർത്ഥമുണ്ട്. കാരണം പണ്ട് കാലത്ത് ടെലിവിഷൻ്റെ ഒരു അവിഭാജ്യ ഭാഗമായിരുന്നു കാത്തോഡ് റേ ട്യൂബ്. ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ ടി വിക്കും ഈ പിക്ചർ ട്യൂബൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന LED ടി വികൾക്കും LCD ടി വികൾക്കും ഒക്കെയാണ് പിക്ചർ ട്യൂബ് ഇല്ലാതായത്. അപ്പോൾ ട്യൂബ് എന്നാൽ TV. യൂട്യൂബ് തുടങ്ങുന്നത് 2005-ലാണ്. ചാഡ് ഹേലി, സ്റ്റീവ് ഷൻ, ജാവേദ് കരീം എന്നീ 3 പേർ 2005-ൽ ചേർന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് യൂട്യൂബ്. അന്ന് ടെലിവിഷൻ അധികാരികൾ എന്ത് പ്രക്ഷേപണം ചെയ്യുന്നു അത് ആളുകൾ കാണുക എന്നുള്ളതായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വേണം. പാസീവ് ലിസണിങ്ങിൽ നിന്ന് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിലേക്ക് മാറണം. വെറുതെ ഇരുന്ന ആളുകൾ കണ്ടാൽ പോരാ, കാണികളാകണം നാളെ ഇതിൻ്റെയൊക്കെ സൃഷ്ടാക്കൾ എന്നുള്ള അർത്ഥത്തിൽ അവരെന്ത് പേരിട്ടു? യൂട്യൂബ്. നിങ്ങൾ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഇത് ടെലിവൈസ് ചെയ്യേണ്ടത്, നിങ്ങളാണ് പ്രക്ഷേപണം ചെയ്യേണ്ടത്. അതുകൊണ്ട് ആളുകൾ ക്രിയേറ്റ് ചെയ്യട്ടെ, അവർ അപ്ലോഡ് ചെയ്യട്ടെ, അങ്ങനെ ജനങ്ങളുടെ TV ആകട്ടെ. അല്ലാതെ എന്ത് കാണണമെന്ന് ചാനൽ അധികൃതർ തീരുമാനിക്കേണ്ട, എന്ത് കാണണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുക, ജനങ്ങൾ അപ്ലോഡ് ചെയ്യുക, ജനങ്ങൾ കാണുക. ഇങ്ങനെയാണ് നിങ്ങളുടെ TV നിങ്ങൾ ടെലിവൈസ് ചെയ്യൂ എന്നുള്ള അർത്ഥത്തിലാണ് യൂട്യൂബ് എന്നുള്ള പദം വരുന്നത്. അങ്ങനെ യൂട്യൂബ് വന്നപ്പോൾ ഡെമോക്രറ്റൈസേഷൻ ഓഫ് കോണ്ടന്റ് നടന്നു എന്നർത്ഥം. ഉള്ളടക്കത്തിൻ്റെ ജനാധിപത്യവൽക്കരണം. അങ്ങനെയാണ് ജനത്തിന് ഇഷ്ടമുള്ളത് അവർ തന്നെ സൃഷ്ടിക്കട്ടെ, ജനങ്ങൾ കാണട്ടെ. യൂട്യൂബ് എന്ന പേര് വന്ന വഴി അതാണ്.